എന്താ അവിടെ പതുങ്ങിയിരിക്കണത്? ഇറങ്ങി പാടി വഴിയില്. മുതലാളി, ഞാൻ വിചാരിച്ചേ ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. എവിടെയാ? അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലേടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി. പൊട്ടിത്തെറിച്ച് കൈ ഒടിഞ്ഞുന്നോ? ആശുപത്രിയിൽ ആരുണ്ട് ഒരു സഹായത്തിന്? എന്റെ പൊന്നു മേസ്ത്രി, ഇപ്പോൾ ഞാൻ എന്തേ ചെയ്യും? ഇവിടെ കിടന്ന് കരയാതെ ആശുപത്രി വരെ ഒന്ന് ചെല്ലും. എവിടെ ഓടണ്? അയ്യോ ഞാൻ സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ട് വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ഓക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ, ഇത് ഞാനാണ്. എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ? അയ്യോ, ആളെ തിരിച്ചറിയാൻ ഒക്കുന്നില്ലല്ലോ. ഈ മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം.
വല്യക്ക അവളും പോയാ? എന്നാരോ പറയണ കേട്ടു. പറയണ കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്ന്? അറിയാമായിരിക്കും മുതലാളി. ഇവരൊക്കെ ഒരു കെട്ടാണ്. നീ ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വാക്ക് പറയാതെ എന്റെ കണ്ണുദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ മുതലാളി? ആരും അറിയണ്ട. കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ട് മടിയുമില്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 വയറ് കൂടി ആയാലോ? ആ, അപ്പം ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ് ഞാൻ. കഴിഞ്ഞതെല്ലാം വിചാരിച്ച് മനസ്താപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് എനിക്കറിയാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി. ശകലം കൂടി. അരച്ചക്രത്തിന് പൊരിയുണ്ട.